രണ്ട് പ്രധാന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കിയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കണ്ടത്. ഒന്ന്, ഇടതു നേതാക്കൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന PSC നിയമന തട്ടിപ്പിന്റെ തുടരന്വേഷണവും മറ്റൊന്ന്, ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട അന്വേഷണം വ്യാപിപ്പിക്കുന്നതിനെക്കുറിച്ചും ആഭ്യന്തരമന്ത്രി കൃത്യമായ നിലപാട് വ്യക്തമാക്കി. PSC തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത്. ഈ സാഹചര്യത്തിൽ നിലവിലെ പരീക്ഷാ കൺട്രോളറുടെ അന്വേഷണം മരവിപ്പിക്കുമെന്നും തുടർന്ന് ആഭ്യന്തര വിജിലൻസ് SP അന്വേഷിക്കുമെന്നും ചെയർമാൻ അറിയിച്ചിരുന്നു. ആഭ്യന്തര വിജിലൻസ് ഓഫീസർ എന്ന ചുമതല കൂടി കൺട്രോളർക്കുണ്ടെന്ന നിലപാടിലായിരുന്നു ചെയർമാന്റെ ഈ നീക്കം. ഇതിലാണ് ആഭ്യന്തരമന്ത്രി ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. PSC തട്ടിപ്പ് അന്വേഷണ തീരുമാനം മന്ത്രിസഭാ യോഗത്തിലെടുക്കുമെന്നും PSCയുടെ വിശ്വാസ്യത വീണ്ടെടുക്കാനുള്ള നടപടി ഉണ്ടാകുമെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. കേരളത്തിലെ PSCയുടെ വിശ്വാസ്യത തകർക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. അങ്ങനെ ചെയ്യുന്ന ആളുകളെ കർശനമായ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. അത് പരിശോധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി എന്നോട് വിശദമായി കാര്യങ്ങൾ ഇതിനെപ്പറ്റി അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. മന്ത്രിസഭാ യോഗത്തിന് മുമ്പ് ഞാൻ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകും. ഓപ്പറേഷൻ തൂഫാന്റെ അന്വേഷണം വ്യാപകമാക്കുന്നതിനെക്കുറിച്ചും ആഭ്യന്തരമന്ത്രി നിലപാട് വ്യക്തമാക്കി. ലഹരി കിട്ടാതായതോടെ പലരും സെഡേറ്റീവ് കാറ്റഗറിയിലുള്ള മരുന്നുകളെ ആശ്രയിക്കുന്നതായി വിവരമുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കി. ഈ സാഹചര്യം മുന്നിൽ കണ്ട് മെഡിക്കൽ ഷോപ്പുകൾ കേന്ദ്രീകരിച്ചും പരിശോധന നടത്തുമെന്നും ഡോക്ടർമാരുടെ കുറിപ്പില്ലാതെ മരുന്നുകൾ നൽകരുതെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. ചില മെഡിക്കൽ ഷോപ്പുകളിൽ കുറിപ്പടിയില്ല, ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മരുന്നുകൾ, ഗുരുതരമായ രോഗങ്ങൾക്കുള്ള മരുന്നുകൾ കൊടുത്ത് അത് ലഹരിക്ക് പകരം ഉപയോഗിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഒരു കാരണവശാലും അത് അനുവദിക്കില്ല. മെഡിക്കൽ ഷോപ്പുകാരാരെങ്കിലും ഇത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ പിൻവലിയണം, അവർ മാറണം. ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മരുന്ന് കൊടുത്താൽ ഒരു സംശയവും വേണ്ട, നടപടി ഉണ്ടാകും. പോലീസ് അവരുടെ പിന്നാലെ ഉണ്ടാകും എന്ന മുന്നറിയിപ്പ് ഞാൻ നൽകാൻ ആഗ്രഹിക്കുന്നു. ജീവൻ ന്യൂസ്, തിരുവനന്തപുരം.